ഇതൊരു ഈവനിങ് വീഡിയോ ആണ്. മോനിപ്പോൾ സ്കൂളിൽ നിന്ന് വരും. അവന് ചായക്കുള്ള പലഹാരം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. മുട്ടക്കുഴലപ്പമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. മൈദ ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാനൊരു ആട്ടപ്പൊടിയും വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരു കോഴിമുട്ടയും. അവൻ വരുമ്പോഴേക്കും പൊടി ഒന്ന് കുഴച്ച് അതിൻ്റെ പാകത്തിനാക്കി വെക്കാമെന്ന് ഞാൻ വിചാരിച്ച്. അതുകൊണ്ട് നേരത്തെ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അവനാണെങ്കിൽ വൈകിട്ട് ചോറൊന്നും കഴിക്കണ ഇഷ്ടമല്ല. അവൻ എന്തെങ്കിലും പലഹാരം, അത് ബേക്കറിയും വേണ്ട, ഇതുപോലെ എന്തെങ്കിലും പലഹാരം എല്ലാ ദിവസവും അവൻ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്നാക്സ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ പുള്ളി വരുമ്പോഴേക്ക് ഇത് റെഡിയാക്കി വെക്കാം, എന്നിട്ട് ചൂടോടെ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് നേരത്തെ എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. കോരി ഒഴിക്കാൻ പാകത്തിന് ഞാൻ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. പിന്നെ തേങ്ങാപ്പീരയും കുറച്ച് പഞ്ചസാരയും ജീരകവും ഇട്ട് അതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അവൻ വരുമ്പോഴേക്കും എല്ലാം സെറ്റായിട്ടിരിക്കണമല്ലോ. ഒരു ഇളയാൾ കൂടിയുണ്ട്, അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. ഇനി മോൻ വരാനുള്ള വെയിറ്റിങ്ങിൽ ഞാൻ ഇവിടെ വാതിക്കൽ തന്നെ ഇരിക്കുകയാണ്. അവൻ വരുന്നുണ്ട് കേട്ടോ. അപ്പച്ചിയുടെ കൈയും പിടിച്ച് എന്തൊക്കെയോ കുറേ സംസാരിക്കുന്നുണ്ട് ആള്. ക്ലാസ്സിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ വിശേഷങ്ങളാണ്. എന്തിന്റെ പരീക്ഷയായിരുന്നു? ടീച്ചർ വേറൊരു പരീക്ഷ ഇട്ട് അത് ഓരോ നമ്പർ വിട്ടുപോയത്. സുമാമ പറഞ്ഞത് കടയിൽ പോയി വല്ല ജ്യൂസ് മേടിച്ചു കൊടുക്കേ, അതൊക്കെയാണ് സുമാമ പറയുന്നത്. മാത്സിന്റെ ആയിരുന്നോ ഇംഗ്ലീഷിന്റെ ആയിരുന്നോ? വെരി ഗുഡ്. ഇങ്ങനെ കണ്ടേ കാഴ്ചകൾ എത്ര എഴുതിനോ? ഇത് കണ്ട ശരിയാക്കിട്ടായിട്ട് എഴുതുന്നു. അതുകൊണ്ട് അപ്പൊ ഞാൻ നല്ലോണായിട്ടാണ് എഴുതുന്നത്. ബാക്കി പിള്ളേർ ചീട്ടായിട്ട് എഴുതുമ്പോൾ എങ്ങനെ സ്റ്റാർ ഇടുന്നു എനിക്ക്. അതുകൊണ്ടാണ് എന്താണ് നല്ലതായിട്ട് എഴുതിയല്ലേ അങ്ങനെ സ്റ്റാർ ഇടുന്നു. ക്ലാസ് കഴിഞ്ഞ് വന്നാൽ പിന്നെ കുറേ വിശേഷങ്ങളാണ്. സ്കൂളിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരാളോടല്ല എല്ലാവരോടും വീട്ടിൽ മാറി നടന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെ തന്നെയാണേ. ഞങ്ങളിത് അംഗനവാടി പോകുന്ന സമയം മുതൽ പോയിട്ട് വരുമ്പോൾ ഇതുപോലെ ഞങ്ങളോട് കുറേ വർത്തമാനങ്ങളാണ്. യൂണിഫോം മാറുന്നതിന് മുമ്പ് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തിട്ട് പിന്നെ ബാക്കി കാര്യമുള്ളൂ. എനിക്ക് സമാധാനമായി. ഇന്ന് എനിക്കൊരു സന്തോഷമുണ്ട്. എന്താണോ? ഇന്നൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായി. കഥയൊക്കെ മതി, ഇനി മേല് കഴുകിയിട്ട് വരാം. ഉടുപ്പിട്ട് പോയി അവിടെ ഇരിക്കട്ടാ. മോൻ റെഡിയാകുന്ന സമയത്തേക്ക് ഞാൻ ചായയൊക്കെ വെച്ചു. കട്ടൻ കാപ്പി അവന് കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ കുറച്ചായിട്ട് പാല് കൊടുക്കൽ നിർത്തി വെച്ചേക്കുക, ഭയങ്കര കഫക്കെട്ടാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണയും ഒഴിച്ച് എണ്ണ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നേരത്തെ കലക്കി വെച്ച മാവ് അതിലേക്ക് അങ്ങോട്ട് നൈസായിട്ടൊന്ന് പരത്തി കൊടുത്തു. നേരത്തെ റെഡിയാക്കി വെച്ച ആ തേങ്ങയും പഞ്ചസാരയും കൂടി അതിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കി അങ്ങ് എടുത്താൽ മതി. മുട്ടക്കുഴലപ്പം റെഡിയാകും. ഒരാൾ എഴുന്നേൽക്കുന്നുണ്ടോയെന്ന് നോക്കി നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ തോളേന്ന് ഇറങ്ങുന്ന പരിപാടിയില്ല. ചേട്ടന് വിശക്കുമെന്ന് പറഞ്ഞാലും അവിടെ ഒരു കൂസലും ഇല്ല. കുറച്ച് നേരത്തേക്ക് പിന്നെ നമ്മൾ തോളെ തന്നെ കൊണ്ട് നടന്ന് ക്ഷീണം മാറണം. അമ്മ അപ്പം കൊണ്ടുവരണം നോക്കി. ഞാനിവിടെ ടിവിയും വെച്ച് ഞാനിവിടെ കട്ട വെയിറ്റിങ്ങില്ല. അപ്പം റെഡിയായിക്കൊണ്ടിരിക്കുക. മോൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അമ്മ ഓടിക്കൊണ്ടുവരും. അമ്മ വേഗം കൊണ്ടുപോവാ. റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പം തന്നെ കൊണ്ടുവരും. അപ്പം കൊണ്ടുവരാനുള്ള ധൃതിയൊന്നും അല്ല ഇത്. ഇവിടെ ഉറക്കം തൂങ്ങി ഇരുന്നുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യണത്. അതുകൊണ്ടൊന്ന് തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ടിവിയുടെ മുമ്പിലായിരിക്കും കുറച്ച് സമയം. പിന്നെ ആകെയുള്ളൊരാശ്വാസം വൈകുന്നേരത്തെ ഈ ചായ പലഹാരം തനിയെ കഴിച്ചോളും. ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അതങ്ങ് കഴിച്ചു തീർക്കുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ മെനക്കെടണ്ട.
സ്കൂളിൽ കൊടുത്തുവിടുന്ന മിക്കതും ബാക്കി തിരിച്ചു കൊണ്ടുവരും ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ദേ വിളിച്ചുകൊണ്ടിരിക്കുക. വിശന്നിട്ടായിരിക്കും ഓടി വന്നത്. വന്നു കഴിഞ്ഞാൽ ഈ കഥ പറച്ചിൽ കഴിയുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും. ദേ ഇപ്പം റെഡിയാക്കി ഞാൻ ചായയും കടിയുമായിട്ട് ഇതേ കൊണ്ടുപോവുകയാണ്. ഭാഗ്യത്തിന് ചായയും കടിയും ഉണ്ടാക്കുന്നത് വരെ കുഞ്ഞുണ്ണി എഴുന്നേറ്റില്ല. ആൾ നല്ല ഉറക്കത്തിലാണ്. ഈ ചായയും പലഹാരവും കേശുക്കുട്ടൻ്റെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. കേശു സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.